തമിഴ് വെട്രിക്കഴകം എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇന്നലെ നടൻ വിജയ് തമിഴ്നാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പാർട്ടിയെ ചുറ്റിപ്പറ്റി പുതിയ വിവാദങ്ങൾ ഉയരുകയാണ്. ഈ പാർട്ടി BJPയുടെ സ്പോൺസർഷിപ്പിലുള്ള പാർട്ടിയാണെന്നും വിജയ് BJPയുടെ മുഖമായി മാറുമെന്നും AIADMKയുടെ നേതാവ് കോവൈ സത്യൻ പറയുന്നു. BJP ഇതിനു മുമ്പ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനായി രജനീകാന്തിനെ സമീപിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. BJP ഇട്ട ചൂണ്ടയിൽ വിജയ് കൊത്തുകയായിരുന്നു എന്നാണ് കോവൈ സത്യൻ പറയുന്നത്. കാരണം BJPക്ക് തമിഴ്നാട്ടിൽ വളർന്നു വരാൻ ഒരു സിനിമാ മുഖം ആവശ്യമാണ്. ആ മുഖം അവർ വിജയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഈ കോവൈ സത്യൻ പറയുന്നത്. ഇതിനിടയിൽ അണ്ണാമലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ ഒരു ട്വീറ്റുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എൻ്റെ സഹോദരൻ വിജയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി രൂപം കൊള്ളും എന്ന് തന്നെ പുറത്തു വരുന്ന മറ്റു ചില വാർത്തകൾ. ഏതായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ വിജയുടെ പാർട്ടിയും മത്സര രംഗത്തേക്ക് ഉണ്ടാകുള്ളൂ. ഇത് BJPയുടെ ഒരു പ്ലാനിങ്ങിൽ ഉരുത്തിരിഞ്ഞു വന്ന പാർട്ടിയാണ് എന്ന് AIADMK വിശ്വസിക്കുകയും ചെയ്യുന്നു. AIADMK പറയുന്നത് തമിഴ്നാട്ടിൽ BJPക്ക് വളരണമെങ്കിൽ ഒരു സിനിമാ താരത്തിൻ്റെ മുഖം ആവശ്യമാണ്. ഇവർ പലരുടെയും പിന്നാലെ നടന്നിരുന്നു. പക്ഷേ ആരും ഈ ചൂണ്ടയിൽ കൊത്തിയില്ല. ഇപ്പോൾ കൊത്തിയത് വിജയാണ് എന്ന് പറയുന്നു. ഏതായാലും വിജയുടെ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമാക്കിയിട്ടുമില്ല. ആർക്കും പിന്തുണ കൊടുക്കില്ല എന്നൊരു നിലപാടിലാണ് വിജയ് മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.